ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ 16-ാം ദിവസമായി ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു പ്രധാന സന്ദേശം നമുക്ക് ധ്യാന വിഷയമാക്കാം. അത് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വന്നത് നമ്മുടെ ജീവിതശൈലികൾ അവിടുത്തെ ജീവിതത്തിന് ഒത്തതാക്കാൻ വേണ്ടിയാണ്. ദൈവം മനുഷ്യനായത് മനുഷ്യരെ ദൈവമാക്കാനാണ് എന്നൊരു തത്വം നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതായത് നമ്മുടെ മാനുഷിക ദൗർബല്യങ്ങളും ബലഹീനതകളും അതിജീവിച്ച് ദൈവിക സ്വഭാവത്തിന് ചേർന്നവരാക്കി നമ്മളെ മാറ്റാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായത്. അതെ, ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടി, അഥവാ ദൈവത്തെ പോലെ ആക്കാൻ വേണ്ടിയാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ക്രിസ്തു വരുന്നവരെ. ദൈവം എന്നത് വെറും ഒരു ആശയമായിരുന്നു. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യന് ദൃശ്യനായപ്പോൾ ആദിശിഷ്യന്മാർ ഇങ്ങനെ എഴുതി: ഞങ്ങൾ കണ്ടു, കേട്ടു, അനുഭവിച്ചു. ആ വചനത്തെപ്പറ്റിയാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത്. എന്താണ് മനുഷ്യൻ ദൈവത്തിൽ കണ്ടത്? സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച അത്യുന്നതനായ മഹത്വപൂർണനായ മാലാഖവൃന്ദങ്ങൾക്കിടയിൽ ആരാധ്യനായ ദൈവം ഇതാ ഭൂമിയിലേക്ക് ഏറ്റവും എളിയവനായി, മനുഷ്യരിൽ ഏറ്റവും ചെറിയവനായി ഒരു കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ഈ സ്വയം താഴലും സ്വയം ശൂന്യമാക്കലും ലാളിത്യത്തിൻ്റെ പൂർണ്ണതയുമാണ്. ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദൈവം ഇങ്ങനെയായിരിക്കും പ്രത്യക്ഷപ്പെടുക എന്നത്. അതുകൊണ്ടായിരിക്കണം യേശുവിൻ്റെ സമകാലികർക്ക് ആർക്കും തന്നെ യേശു ദൈവമാണെന്ന് തിരിച്ചറിയാനും പറ്റിയില്ല, അംഗീകരിക്കാനും സാധിച്ചില്ല. അവിടുത്തെ ജീവിതം അത്ര ലാളിത്യം നിറഞ്ഞതായിരുന്നു. ക്രിസ്തു തരുന്ന പ്രധാന സന്ദേശം അത് തന്നെയാണ്. ദൈവം ലാളിത്യത്തിൻ്റെ പൂർണ്ണതയാണ്. ദൈവം അത്യുന്നതനാണ്, മഹോന്നതനാണ്, സർവശക്തനാണ്. എന്നാൽ ദൈവം ലാളിത്യമാണ്. ഇല്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ശൂന്യതയിലേക്കും ഇറങ്ങി വരുന്നവൻ. ക്രിസ്തുവിൻ്റെ ഈ ചൈതന്യമാണ് വിശുദ്ധരെ ഏറ്റവും അധികം ആകർഷിച്ചിരുന്നത്. വിശുദ്ധ ഗണത്തിൽ രാഷ്ട്രങ്ങൾ ഭരിച്ചിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. കണക്കിട്ട വിധം സമ്പത്ത് സ്വന്തമായുണ്ടായിരുന്ന വലിയ ധനികരുണ്ടായിരുന്നു. പ്രതാപവും അധികാരവുമുള്ള അനേകരുണ്ടായിരുന്നു. അവരെല്ലാം ക്രിസ്തുവിനെ അനുകരിക്കാൻ വേണ്ടി ലാളിത്യത്തിലേക്കും വിനയത്തിലേക്കും കടന്നു വന്നു. ഫ്രാൻസിസ് അസീസിയുടെ ഉദാഹരണം നമുക്ക് വിസ്മരിക്കാവുന്നതല്ലോ. ക്രിസ്മസ് ക്രിബ് ആദ്യമായി തയ്യാറാക്കിയ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം ഒറ്റ വാക്കിൽ ക്രിസ്തുവിനെ പോലെ ആയി എന്ന് പറയാൻ കാരണം ഫ്രാൻസിസിൻ്റെ ദാരിദ്ര്യം തന്നെയാണ്. ഫ്രാൻസിസിനെ മാത്രമാണ് രണ്ടാമത്തെ ക്രിസ്തു എന്ന് ലോകം വിളിച്ചത്. അക്ഷരാർത്ഥത്തിൽ ക്രിസ്തുവിനെ പോലെ അദ്ദേഹം വിനീതനായി, ദരിദ്രനായി. അദ്ദേഹം ദാരിദ്ര്യത്തെ മണവാട്ടി എന്ന് പോലും വിളിക്കാൻ ധൈര്യപ്പെട്ടു. എല്ലാം ഉണ്ടായിരുന്നിട്ടും സർവ്വതും ത്യജിച്ച് പിച്ചക്കാരനെ പോലെ അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചു. ക്രിസ്മസ് ഒരു സെലിബ്രേഷനാണെന്ന് പറയാം, ആഘോഷം തന്നെയാണ്. പക്ഷേ
ഈ സെലിബ്രേഷൻ അല്ലെങ്കിൽ ആഘോഷം എന്തിനടങ്ങിയിരിക്കുന്നതെന്ന് മറന്നു പോകുന്നു. ബാഹ്യമായ കാര്യങ്ങളിൽ ഈ ആഘോഷം ഒതുക്കുന്നത് ശുദ്ധമണ്ഡത്തരമല്ലേ? ദൈവം മനുഷ്യനായതിൻ്റെ ആഘോഷം ബാഹ്യമായ ആഘോഷത്തിൻ്റെ പൊടിപ്പും തങ്ങലും കൂട്ടിയതുകൊണ്ട് എങ്ങനെ പ്രകാശിപ്പിക്കാനാകും? അത് വൈരുദ്ധ്യമായി തീരുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ക്രിസ്മസ് കാലത്ത് ദേവാലയങ്ങളിൽ ക്രിബുകൾ തയ്യാറാക്കാൻ നമ്മൾ അടുത്ത കാലത്ത് സാക്ഷ്യം വഹിക്കുകയാണ്. ക്രിബ് ഒരു പ്രതീകം മാത്രമാണ്. യേശുവിൻ്റെ സ്വയം ശൂന്യമാക്കലിൻ്റെ, സ്വയം ഇല്ലായ്മയായതിൻ്റെ ഒരു പ്രതീകം. പക്ഷെ ആ പ്രതീകം അവതരിപ്പിക്കാൻ ദൂർത്തടിക്കുന്നത് എങ്ങനെ നമുക്ക് ന്യായീകരിക്കാനാകും? പച്ചപ്പാതിരായ്ക്ക് ഒരു പുതപ്പ് പോലും ഇല്ലാതെ തണുത്ത് വിറങ്ങലിച്ച ആ കൊടും മഞ്ഞിൽ പിറന്നു വീണ യേശുവിൻ്റെ ജനനം അത് ഉത്സവമാക്കുമ്പോൾ, അതൊരാഘോഷമാക്കുമ്പോൾ ആവശ്യത്തിലധികം ആഡംബരങ്ങളും ആർഭാടങ്ങളും ആഘോഷങ്ങളും ക്രിസ്മസ് ആഘോഷമാക്കി വ്യാഖ്യാനിക്കുന്നത് എത്രയോ വൈരുദ്ധ്യം. എല്ലാവരെയും സംബന്ധിച്ച് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസം എന്ന നിലയ്ക്ക് മിതമായ ആഘോഷങ്ങൾ, ബാഹ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിലും ക്രിസ്മസിൻ്റെ യഥാർത്ഥ ചൈതന്യം മറന്നുള്ള ആഘോഷങ്ങൾ ക്രിസ്തുവിന് യോഗ്യമല്ല. അതിൻ്റെ ഉദാഹരണം വിശുദ്ധരാണ്. നമുക്കറിയാം, 4 സുവിശേഷങ്ങളാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്: മത്തായിയും മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും. എന്നാൽ വിശുദ്ധരുടെ ജീവിതത്തെ 5-ാം സുവിശേഷമെന്നാണ് വിളിക്കുന്നത്. കാരണം വിശുദ്ധരുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷ മൂല്യങ്ങൾ ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാനാകും എന്ന് കൃത്യമായി കാണിച്ചു തരികയാണ് വിശുദ്ധരുടെ ജീവിതം. ഒരു വിശുദ്ധനും ആർഭാടങ്ങളിലും ആഘോഷങ്ങളിലും മുങ്ങിയ ജീവിതം നയിച്ചിട്ടില്ല എന്ന് സ്പഷ്ടമാണ്. ആർഭാടങ്ങളും ആഘോഷങ്ങളും ജീവിച്ചിരുന്നവർ പോലും അത് തിരിച്ച് ദാരിദ്ര്യവും ലാളിത്യവും എളിമയും സ്വീകരിച്ചാണ് അവർ വിശുദ്ധരായി വിശുദ്ധ ജീവിതം സാക്ഷ്യപ്പെടുത്തിയത്. അതിനാൽ വിശുദ്ധരെ ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മൾ, വിശുദ്ധരെ മാധ്യസ്ഥം തേടുന്നതിൽ താല്പര്യം കാണിക്കുന്ന നമ്മൾ, അവർ എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുകരിച്ചതെന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല. ഇങ്ങനെ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മോഡൽ, മാതൃക വിശുദ്ധർ തന്നെയാണ്. അവരെല്ലാവരും ക്രിസ്തുവിൻ്റെ ലാളിത്യവും ദാരിദ്ര്യവും എളിമയുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ വഴിയില്ല. ക്രിസ്മസ് ആഘോഷത്തിൽ അമിതമായ ധൂർത്തും ആർഭാടവും നമ്മൾ ഒഴിവാക്കി ആന്തരികമായി സമ്പന്നരാകാനും ആന്തരികമായി സന്തോഷം കൊണ്ട് നിറയാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ഈ ക്രിസ്മസ് വേറിട്ടൊരനുഭവമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ധൂർത്തനായും ആർഭാടത്തിനായും ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വത്ത് ദരിദ്രരുമായും പാവപ്പെട്ടവരുമായും പങ്കുവച്ച് അവർക്ക് അല്പസന്തോഷം പകരാൻ സാധിച്ചാൽ എത്രയോ ശ്രേഷ്ഠം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റോസ്ന. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൂടുന്നത് അബായയുടെ 67 ആണ്. അത് ഞാൻ എൻ്റെ +2 മെയിൻ എക്സാം ഒക്കെ കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ആ ധ്യാനത്തിലേക്ക് കടന്നു വരുന്നത്. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തകർച്ചകളുടെയും മുറിവുകളുടെയും ഒക്കെ ഇടയിലായിരുന്നു. അടുപ്പമുള്ള ബന്ധങ്ങളിൽ നിന്നായപ്പോലും ഒരുപാട് വിള്ളലുകളൊക്കെ ഏറ്റുവാങ്ങി ഈ +2 എക്സാമിന്റെ പ്രഷർ പോലും എനിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അതായത് +2 എക്സാം ആയിരുന്നു എൻ്റെ ലൈഫ് ഗോൾ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മാറിപ്പോയപ്പോൾ പിന്നെ ലൈഫ് ഭയങ്കര പോയിന്റ്ലെസ് ആയി. അടുത്ത എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുകയായിരുന്നു. അതായത് കയ്യിന്നെല്ലാം പോയി ആകെ ഒരു ഡിപ്രസ്ഡ് മോഡിലായി. അപ്പോഴാണ് എൻ്റെ ചേച്ചി അബായ ധ്യാനത്തിന്റെ ഒരു പോസ്റ്റർ വഴി ഞാൻ ധ്യാനത്തിനെ പറ്റി അറിയുന്നത്. പിന്നീട് അങ്ങോട്ട് ചേച്ചി ആ ധ്യാനത്തിന് പിന്മാറിയപ്പോൾ പോലും ഞാൻ എന്തോ ഇല്ല എനിക്ക് വരണം,
എൻ്റെ ഈ ഒരു ചിന്ത മാറിക്കിട്ടണം, ഒന്ന് നന്നാവണം, ആ ഒരു ഇതിലൂടെ ഞാൻ ഒന്ന് രക്ഷാകരമായി വിലയുന്ന വിധം ഞാൻ ഇത് ധ്യാനത്തിലേക്ക് കടന്നു വരാണ്. എനിക്ക് അറിയാത്തൊരിടത്തേക്ക് 5 ദിവസത്തെ ബാഗും പാക്ക് ഞാനിങ്ങ് വരാണ്. പക്ഷെ ഇവിടെ വന്ന ശേഷം കഥ മൊത്തം മാറി. എൻ്റെ ലൈഫിൽ വലിയ യൂ ടേൺ തന്നെയായിരുന്നു അബായഡ് ധ്യാനം. എനിക്ക് ആഴമായ മാനസാന്തരം ഉണ്ടായി. ഞാൻ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരുന്ന ഓരോ തിന്മകളും ഈശോനെ ഇനി ഒരു കൊച്ചു പാപം പോലും ചെയ്ത് വേദനിപ്പിക്കരുത് എന്ന തീരുമാനത്തിന് മേലെ ഉപേക്ഷിക്കപ്പെട്ടു. അതായത് എനിക്ക് കിട്ടിയ രക്ഷ ഭയങ്കര വലുതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ രക്ഷാകര കൃപയിൽ നിലനിൽക്കാൻ എന്നെ സഹായിച്ചത് പ്രേക്ഷിത വേലയാണ്. അതിലൂടെ ഈശോനെ എനിക്ക് അധികമായി ആത്മാവിലേക്ക് ലഭിച്ചു. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ചൈതന്യവും ഇടപെടലും ഒക്കെ ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റി. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്തിയുടെ പുറമെ ചെയ്തിരുന്ന പ്രാർത്ഥനാ ചടങ്ങുകൾ മാത്രമായിരുന്നു എൻ്റെ ക്രിസ്ത്യൻ ലൈഫ്. ഒരു കാഷ്വൽ ക്രിസ്ത്യൻ ലൈഫ് ആയിരുന്നു എൻ്റേത്. അതായത് ഈ സ്വർഗസ്വനായ പിതാവേ എന്ന ജപം ചൊല്ലുമ്പോൾ പോലും അത് ആരാണെന്ന് ബോധ്യം എനിക്ക് ഉണ്ടായില്ല. ഈശോയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പോലും ഉണ്ട്. പക്ഷെ ഇപ്പോ ധ്യാനത്തിലൂടെ കടന്നുപോയ ശേഷം അല്ല, അതെന്റെ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ സ്നേഹപിതാവാണെന്ന വലിയ ബോധ്യത്തോടു കൂടിയാണ് ഞാനിപ്പോ ആ ജപം ചൊല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മാറ്റങ്ങൾ എൻ്റെ ആത്മീയ ജീവിതത്തിലാണ് ഉണ്ടായെങ്കിൽ പോലും എൻ്റെ ഭൗതിക ജീവിതത്തിലേക്ക് അവർക്ക് ഒരുപാട് നേട്ടങ്ങളും നന്മകളും സമ്മാനിക്കാൻ സാധിച്ചു. ഈശോയോട് കൂടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിൾസ് ഇല്ലെന്നുള്ളതല്ല, പക്ഷെ എന്ത് വന്നാലും ഈശോ എന്ന വലിയൊരു കരം കൂടെയുണ്ട്, അതെന്നെ താങ്ങി നിർത്തും എന്ന ബോധ്യത്തോടെ അതിനൊക്കെ ഫേസ് ചെയ്യാണ്. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് ഡൗൺ ആയി പോകും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എന്തിനേയും ഫേസ് ചെയ്യാൻ ഈശോന്റെ ഒപ്പം ഉണ്ട്. ഈശോയോട് കൂടുതൽ ജീവിതം സ്ട്രഗിൾസ് ഇല്ലെന്നുള്ളതല്ല, പക്ഷെ ഇപ്പൊ എന്ത് വന്നാലും ഞാൻ പണ്ടത്തെ പോലെ ഡൗൺ ആയി പോകുന്നില്ല. പകരം ഈശോ എന്ന വലിയൊരു കരം എൻ്റെ കൂടെ ഉണ്ടെന്ന ബോധ്യം എന്നെ എല്ലാത്തിലൂടെയും താങ്ങി നിർത്തുന്നുണ്ട്. അതായത് പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ലൈഫ്. മനസ്സിന്റെ എല്ലാ കാറ്റും കോളിലും ഒക്കെ ഒന്ന് അടങ്ങി ധ്യാനം കൂടി ഇത്രയും മാസങ്ങൾ പിന്നിട്ട് പോലും മനസ്സിന് ഭയങ്കര ശാന്തതയും സമാധാനവും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിന്റെ എന്ത് മേഖലയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈശോ അതൊക്കെ സൗഖ്യമാക്കി നിങ്ങളെ ഈശോയുടേതാക്കാൻ ഈശോ സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ്. ഓരോ യുവജനവും കൂണ്ട ധ്യാനമാണ് അബായഡ്. കാരണം ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ സ്നേഹത്തിലേക്ക് അത്രമാത്രം വളരാനായിട്ട്. അപ്പോ ഈശോയുടെ മാധുര്യവാനായ ക്രിസ്തുവിനെ രുചിച്ചറിയാൻ സ്നേഹം വിളമ്പുന്ന രീതിയിലേക്ക് കടന്നു വരാൻ ഈശോ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.